അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നമുക്ക് ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് തഫ്ഹീമിൽ നിന്നുള്ള കിതാബത്താണ്, എഴുത്തു പരീക്ഷയാണ്. നമുക്ക് എഴുത്തു പരീക്ഷയും അതുപോലെ തന്നെ വായനാ പരീക്ഷയും 2 ദിവസങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. തഫ്ഹീമിൽ നിന്നും 16 പാഠങ്ങളാണ് മക്കൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ഓരോ പാഠവും ഓരോ അക്ഷരവുമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അക്ഷരങ്ങളൊക്കെ നന്നായി പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ ആ അക്ഷരം വീണ്ടും വീണ്ടും പഠിപ്പിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് എഴുത്തു പരീക്ഷയിൽ ഒന്നാമത്തെ പ്രവർത്തനം. ഇതൊരു മോഡൽ പേപ്പറാണ്. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനമാണ് പാദവാർഷിക പരീക്ഷയിൽ തഫ്ഹീമിൻ്റെ പേപ്പറാണ്, മോഡൽ പേപ്പർ. അതെങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നോക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, പരീക്ഷയ്ക്ക് പോകുമ്പോൾ കുട്ടികളുടെ കയ്യിൽ കളറ്, അതുപോലെ തന്നെ പേന, പെൻസില്, മൈക്ക് റബ്ബർ തുടങ്ങിയതൊക്കെ കൊടുത്തു വിടണം. ചിലപ്പോൾ കളർ കൊടുക്കാനുണ്ടാകും, ചില സ്ഥലങ്ങളിൽ പെൻസിൽ കൊണ്ട് എഴുതി കൊടുക്കേണ്ടതുണ്ടാവും, പേന കൊണ്ട് എഴുതി കൊടുക്കേണ്ടതുണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ആദ്യത്തെ പ്രവർത്തനം വിട്ടത് എഴുതാം. ഇവിടെ നമുക്ക് 4 ചിത്രങ്ങൾ കാണാം. ഏതൊക്കെയാണ് ചിത്രങ്ങൾ? ഒന്ന് തൊട്ടിൽ, കുട്ടികളെ കടത്തുന്ന തൊട്ടിൽ. രണ്ടാമത്തത് ഇഷ്ടിക. മൂന്നാമത്തതോ വീട്. നാലാമത്തത് ബക്കറ്റ്. ഈ 4 ചിത്രങ്ങൾക്ക് നമ്മൾ പേരുകൾ പഠിച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോ പേരാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് എന്താണ് അറബിയിൽ പറയുന്നത്? അതെ, നിങ്ങൾക്കറിയാം. പക്ഷേ അതിൻ്റെ താഴെ അത് എഴുതിയിട്ടുണ്ട്, പക്ഷെ മുഴുവനായിട്ടില്ല. ആദ്യത്തെ അക്ഷരം മാത്രം കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് തുടക്കത്തിലുള്ള അക്ഷരം മാത്രം ഇവിടെ എഴുതി കൊടുക്കുക. ഏതാണ്? മ അല്ലേ? മഹ്ദുൻ. മായാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് മാ എഴുതി കൊടുക്കണം. ഇതൊക്കെ പരീക്ഷയിൽ വരാൻ സാധ്യതയില്ല കേട്ടോ. രണ്ടാമത്തെ ചിത്രം ഇഷ്ടിക. ഇഷ്ടികക്ക് അറബിയിൽ നമ്മൾ പഠിച്ച എന്ത് വാക്കാണ്? അതെ, രണ്ടാമത്തെ വാക്ക് നമുക്കറിയാം. ചിത്രത്തിനെന്താ അറബിയിൽ പറയാം? അതെ, ലബിനുൻ. ലബിനുൻ എന്ന് പറയുമ്പോൾ തുടക്കത്തിലുള്ള അക്ഷരം ല എന്ന അക്ഷരം അവിടെ കാണുന്നില്ല. അപ്പോൾ നമുക്കവിടെ ല എന്ന അക്ഷരം എഴുതി കൊടുക്കണം. ലബിനുൻ, ഇഷ്ടിക. മൂന്നാമത്തത് വീട്. വീടിന് അറബിയിൽ പറയുന്ന പേരാണ് ബൈത്തുൻ. അപ്പോൾ ഇവിടെ പോയ അക്ഷരം നിങ്ങൾക്ക് നേരെ മനസ്സിലാവും. ഏതാണ്? ബ അല്ലേ? അപ്പോൾ ബ എഴുതി കൊടുക്കുക. കൂട്ടി എഴുതണേ. ബ എഴുതുമ്പോൾ കൂട്ടി എഴുതണം. ബൈത്തുൻ, വീട്. ഇനി നാലാമത്തെ ചിത്രം ബക്കറ്റാണ്. ബക്കറ്റിന് അറബിയിൽ പഠിച്ച പേര് ദൽവുൻ. അപ്പോൾ ഇനി ഇവിടെ മുമ്പിൽ എഴുതി കൊടുക്കേണ്ട അക്ഷരം ഏതാണ്? ദ എന്ന അക്ഷരമാണ്. അപ്പോൾ ഇവിടെ ദ എന്ന് എഴുതി കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കട്ടോ. രണ്ടാമത്തെ പ്രവർത്തനം ബോർഡിൽ നോക്കി എഴുതാം. ഒന്നുമില്ല, നമുക്കിവിടെ ഒരു കറുപ്പ് ബോർഡ് കാണാം. ഈ കറുപ്പ് ബോർഡിൽ നമ്മളിവിടെ 4 വാക്കുകൾ എഴുതിയിട്ടുണ്ട്. ആ വാക്കുകൾ ഓരോന്നിലേക്കും എടുത്തെഴുതുക, ഓരോ കള്ളിയിലേക്ക് എടുത്തെഴുതുക. ഒന്നാമത്തെ വാക്കാണ് ഉമ്മുൻ. ഉമ്മുൻ, അത് ഇതിലേക്ക് എടുത്തെഴുതുക. എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതാൻ പഠിച്ചത് അതുപോലെ തന്നെ എഴുതണം കേട്ടോ. ഞാനിതിൽ കൊള്ളാത്തതുകൊണ്ടല്ല, ഏറിയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. സ്ക്രീൻ ആയതുകൊണ്ട് ഫുള്ളായിട്ട് എഴുതാൻ കഴിയില്ല. നിങ്ങൾ ഈ വരയിലായിട്ട് എഴുതണം കേട്ടോ.
അലിഫൊക്കെ വരുമ്പോൾ ഈ ഭാഗം ഈ വരയുടെ ഈ ഭാഗത്തായിട്ട് വരണം. ശ്രദ്ധിച്ച് എഴുതാം. അപ്പോൾ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഷദ്, 2 ലൊമ്മുണ്ട് അല്ലേ, തൻവീൻ, ലൊമ്മ്, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിലൊന്നും കുറയാൻ പാടില്ല. ഇങ്ങനെ കുറയാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 6 മാർക്ക് ലഭിക്കും. ഇനി വല്ല ലൊമ്മോ എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിലോ അവിടെ മാർക്ക് കുറയും. രണ്ടാമത്തെ കള്ളിയിൽ ബുൽഹുൻ എന്ന് എഴുതാം. ബുൽഹുൻ, ബുൽഹുൻ. ബുൽഹുൻ, ബുൽഹുൻ. ചെറുതാക്കി എഴുതണം കേട്ടോ. അതിനും 6 മാർക്ക് ലഭിക്കും. അടുത്തത് ഹദ്മുൻ, ഹദ്മുൻ, ഹദ്മുൻ. അത് ഈ കള്ളിയിലേക്ക് എഴുതുക. ഇത് മുൻ, ഹദ്മുൻ. ഇതിലും ഒന്നും കുറയാൻ പാടില്ല കേട്ടോ. അവസാനത്തത് ലുബദുൻ, ലുബദുൻ. അതും അവിടേക്ക് എഴുതാം. ലുബദുൻ, ലുബദുൻ. അതൊക്കെ കൃത്യമായിട്ട് ഒന്നും വിടാതെ എഴുതിയെടുക്കണം. ഇനി മൂന്നാമത്തെ പ്രവർത്തനം, നിറം നൽകാം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കളർ കൊണ്ടുവരണമെന്ന്. ഇതിന് ചിലപ്പോൾ നിറം കൊടുക്കേണ്ടി വരും. അപ്പോൾ നിറം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് സൈഡ് ഭാഗങ്ങളുമൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് കളർ കൊടുക്കണം. അപ്പോൾ നിങ്ങളുണ്ടല്ലോ, ഒന്നാമത്തെ അക്ഷരം, ഈ അക്ഷരത്തിന് കളർ കൊടുക്കുമ്പോൾ ഈ സൈഡുകളൊക്കെ പുറത്ത് പോവാത്ത രൂപത്തിൽ ഇവിടുന്ന് തുടങ്ങണം കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഇവിടുന്ന് ഇങ്ങനെ കളർ കൊടുത്ത് വരണം കേട്ടോ. ഇങ്ങനെ പോന്ന് പിന്നെ ഇങ്ങനെ കളർ കൊടുക്കണം. ഇങ്ങനെ കളർ കൊടുക്കേണ്ട വഴി, അതായത് ഈ രൂപത്തിലാണ് കളർ കൊടുക്കേണ്ടത്. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതിങ്ങനെ പോന്ന് ഇതിങ്ങനെ കൊണ്ടുവരിക. ഓക്കെ. രണ്ടാമത്തെ അക്ഷരം ബാ. ബാ ഇതുപോലെ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പോന്ന് കളർ കൊടുക്കണം. ഇവിടുന്ന് ഇങ്ങനെ കളർ കൊടുത്ത് ഇവിടെയും വിടാതെ കളർ കൊടുക്കണം. അങ്ങനെ പോരട്ടോ. അതിന് 2 മാർക്കാണ്. അവസാനത്തത് ലാമ്. ലാമും ഇതുപോലെ മുകളിൽ നിന്ന് ഇങ്ങനെ ഫുള്ള് കളർ കൊടുക്കണം. സൈഡിൽ ഇതൊക്കെ കൊടുത്ത് കൃത്യമായി കൊടുത്ത് ഇങ്ങനെ താഴോട്ട് പോന്ന് ഇതുവരെ കൊടുക്കണം. അതിന് 2 മാർക്കാണ്. ഇനി അവസാനത്തെ പ്രവർത്തനം, ഹറക്കത്തുകൾ നൽകാം. അപ്പോൾ ഈ കാണുന്ന അക്ഷരങ്ങൾക്ക് ഹറക്കത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹറക്കത്ത് കൊടുക്കുക കേട്ടോ. ഇഷ്ടമുള്ളത് പറ്റൂല. ഇവിടെ 3 അക്ഷരങ്ങളാണ് തന്നിട്ടുള്ളത്. ഇതൊരു വാക്കാണ്, ഇത് നമ്മൾ പഠിച്ച വാക്കാണ്. അപ്പോൾ അതിന് അക്ഷരം കൊടുക്കേണ്ടത് അറിയാമല്ലോ അല്ലേ. ഇതെന്തായിരിക്കും? അദബുൻ. ഇതാണ് നമ്മൾ ഫസ്റ്റ് പാഠത്തിലൂടെ പഠിച്ചത്. അപ്പോൾ ഇതിന് ഹറക്കത്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഫത്തഹ്, പിന്നെയും ഫത്തഹ്, അദ, പിന്നെ തൻവീൻ, ലൊമ്മ, ബുൻ, അദബുൻ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.